മരിച്ചവരിൽ താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയയിലേക്ക് പെസഹായിക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മർത്താവിനെ പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിലിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായ ഒരു കുപ്പി നാദ്യം ചുവന്ന തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീട് നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരിക്കുന്നവനുമായ യൂദാസ്കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവന് ദരിദ്രനോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, മറിച്ച് അവനൊരു കള്ളനായിരുന്നത് കൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നതിൽ നിന്ന് അവൻ എഴുതിരുന്നത് കൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട. എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്, ഞാനെപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല. സ്നേഹിതരെ, ഒരു മനുഷ്യനെ ബാക്കിയുള്ള ഹൃദയങ്ങളിൽ ജീവിക്കാൻ സാധ്യമാക്കുന്നത് അവൻ്റെ മനോഭാവങ്ങളാണ്. നമ്മളിന്ന് വായിച്ച കേട്ട സുവിശേഷ ഭാഗത്തിൽ യൂദാസിൻ്റെ മനോഭാവമാണ് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ഒരിക്കൽ ഇവിടെ സൂചിപ്പിച്ചിരുന്നു, യൂദാസ് ഈശോയുടെ കൂടെ, ഈ ലോകത്തിലെ ഏറ്റവും നല്ല വഴികാട്ടിയുടെ കൂടെ, ഏറ്റവും നല്ല മനുഷ്യൻ്റെ കൂടെ, ഏറ്റവും നല്ല പ്രാസംഗികൻ്റെ കൂടെ ജീവിച്ചയാളാണ്. പക്ഷേ യൂദാസിൻ്റെ മനസ്സ് മാറാത്തത് കൊണ്ടാണ് അവൻ്റെ ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ട്, പള്ളിയിൽ അല്ലെങ്കിൽ വലിയ പള്ളികളൊക്കെ പണിയുമ്പോൾ പള്ളിക്ക് വികാരിയന്മാരെ സംഭാവന ചോദിക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ, പാവങ്ങളെ സഹായിച്ച് പോരെ എന്ന് ചോദിക്കുന്ന മനസ്സുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? ഇല്ലേ? തീർച്ചയായും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരുടെ മനസ്സിൽ അത് പള്ളിക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കാനോ ഉള്ള താല്പര്യമില്ലായ്മയാണ് ആ ഒരു കമൻറ്റ് പറയാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം. നമ്മുടെ ജീവിതങ്ങളിൽ തമ്പുരാൻ നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായ സമ്പാദ്യത്തിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ പരിശുദ്ധ പിതാവ് പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിക്കലും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. പാവപ്പെട്ടവരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എന്താണെന്ന് പറഞ്ഞത്? ഈശ്വര മറിയൻസിക്കാർക്ക് ഭയങ്കര മറവിയാണ്. ദൈവത്തിൻ്റെ 8ാമത്തെ കൂദാശയാണ് എന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുന്നത്. അതുകൊണ്ട് ആ 8ാമത്തെ കൂദാശ അത് മനസ്സിലാക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ദൈവം നൽകിയ സമ്പാദ്യത്തിൽ നിന്ന് ഒരു പങ്ക് ദൈവത്തിന് മനുഷ്യന് കൊടുക്കാനുമുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. ആമേൻ.